ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീണ്ടും കെൻസി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. പൊറാട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും എല്ലാം മാച്ചാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങളെല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി ആദ്യം തന്നെ കുറുമ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 3 പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് റെഡ് ചില്ലിയും ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ അതിട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വെജിറ്റബിൾസ് വേണ്ടത് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇനി 10 മിനിറ്റ് ആവുന്നത് വരെ കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂട്ടി ഒന്ന് അരക്കുക. ഇനി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്നും കൂടി ഇളക്കി 1 മിനിറ്റ് തിളക്കാൻ വേണ്ടി മൂടി വെക്കുക. ഇനി ഇതിലേക്ക് തൂമിക്കാൻ വേണ്ടി 1.5 സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. പിന്നെ ഇത് പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും എല്ലാം മാച്ചായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.